യൂട്യൂബിൽ 1000 വ്യൂസിന് എത്ര കിട്ടും, 1,00,000 വ്യൂസിന് എത്ര കിട്ടും, 1,00,00,000 വ്യൂസിന് എത്ര കിട്ടും? അപ്പൊ എനിക്ക് കിട്ടിയ വ്യൂസിന്റെ പൈസ എത്ര കാശാണ് യൂട്യൂബിൽ നിന്ന് ഞാൻ ഏൺ ചെയ്തത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരും. ഇന്ന് യൂട്യൂബിൽ നിന്ന് മാത്രമല്ല സമ്പാദിക്കാൻ പറ്റുന്നത്, ഫേസ്ബുക്കിൽ നിന്ന് സമ്പാദിക്കാം, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് സമ്പാദിക്കാം. അങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നും എവിടുന്നൊക്കെ നമുക്ക് പണം ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് യൂട്യൂബ് വരുമാനം. യൂട്യൂബിൽ നിന്ന് ഒരുപാട് ആൾക്കാരാണ് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നത്. അപ്പൊ എല്ലാവരും പല ആൾക്കാരുടെയും യൂട്യൂബ് വരുമാനത്തെ പറ്റി അറിയാൻ പലർക്കും ആഗ്രഹമുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചു, എനിക്കിപ്പോൾ 1,30,000 സബ്സ്ക്രൈബേഴ്സ് ആയില്ലേ, എത്രയാണ് യൂട്യൂബ് വരുമാനം എന്ന്. അപ്പൊ ഈ യൂട്യൂബ് വരുമാനം സബ്സ്ക്രൈബേഴ്സിന്റെ അടിസ്ഥാനത്തിലല്ല വരുന്നത്, വ്യൂസിന്റെ അടിസ്ഥാനത്തിലല്ല. നമ്മുടെ വീഡിയോയിൽ തന്നെ ആഡ്സുകൾ അനുസരിച്ചാണ് നമുക്ക് ഏണിങ്സ് കിട്ടുന്നത്. ഇപ്പൊ ആഡ്സ് ചിലർ മുഴുവൻ കാണുന്നുണ്ടാവും, ചിലർ ആഡ്സ് വരുമ്പോൾ സ്കിപ്പ് ചെയ്ത് പോണവരുണ്ടാവും. ഇപ്പൊ ആഡ്സ് ഓരോ സ്ഥലത്തിരുന്ന് കാണുന്ന അനുസരിച്ച് വ്യത്യാസമുണ്ട്. ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള ഒരാൾ നമ്മുടെ വീഡിയോയിലുള്ള ആഡ്സ് കാണുമ്പോൾ ഉള്ളതിൻ്റെ ഒരു 5 ഇരട്ടി പൈസ ആയിരിക്കും US ഇരിക്കുന്ന ആള് ആ ആഡ്സ് കാണുന്നത്. കാരണം ആ വീഡിയോ ഈ ഒരു വീഡിയോയിലുള്ള സെയിം ആഡ് കേരളത്തിലിരുന്ന് കാണുമ്പോൾ കേരളത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ആഡായിരിക്കും. അതേസമയം US കാണുമ്പോൾ US ബേസ് ചെയ്തുള്ള ആഡായിരിക്കും. US പരസ്യ കമ്പനികൾ ആഡ്സിന് കുറച്ച് റവന്യൂ കൂടുതലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ഇപ്പൊ US ഇരിക്കുന്ന ആൾക്കാരെ ബേസ് ചെയ്താണ് നമ്മൾ വീഡിയോ ചെയ്യണമെങ്കിൽ ആഡ്സിന് നല്ല പൈസ നമുക്ക് കിട്ടും. അതേസമയം കേരളത്തിലെ ആൾക്കാരാണ് കാണണമെങ്കിൽ കുറച്ച് പൈസ കിട്ടും. അപ്പൊ വീഡിയോയിൽ എങ്ങനെയാണ് പൈസ കിട്ടണമെന്നുള്ളത് മനസ്സിലായില്ലേ? വ്യൂസിനനുസരിച്ചല്ല, ആഡ്സ് എങ്ങനെ കാണുന്നു, ആര് കാണുന്നു എന്ന അടിസ്ഥാനത്തിലാണ് പൈസ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് യൂട്യൂബിൽ പൈസ കിട്ടണമെന്നുള്ളത്? സബ്സ്ക്രൈബർ കൗണ്ടോ വ്യൂസിലോ ഒന്നും കാര്യമില്ല. നമ്മുടെ വീഡിയോ ഇപ്പൊ ഒരു 10 മിനിറ്റുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ മുഴുവൻ കണ്ടാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഏണിങ്സ് കിട്ടുള്ളൂ. അതിൽ നമ്മൾ നമ്മുടെ റിലേറ്റീവ്സിനോടും ഫ്രണ്ട്സിനോടൊക്കെ പറയുകയും ചെയ്യണം, അതിൽ ആഡ്സ് വരാൻ നേരം മുഴുവൻ കാണണം, സ്കിപ്പ് ചെയ്യാതെ ആഡ്സ് മുഴുവൻ കാണാൻ നേരം തന്നെ നമുക്ക് നല്ലൊരു റവന്യൂ കിട്ടും. അതിപ്പോൾ 1,00,000 വ്യൂസ് ഉള്ളതിൽ ഏകദേശം ഒരു പകുതി ആൾക്കാരെങ്കിലും അതുപോലെ തന്നെ മുഴുവൻ മര്യാദക്ക് കണ്ടാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് നല്ലൊരു റവന്യൂ കിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഷോർട്ട് വീഡിയോ ചെയ്യാനായിട്ടാണ് പലർക്കും താല്പര്യം. അങ്ങനെ പലരും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ആദ്യം തന്നെ ഷോർട്ട് വീഡിയോസാണ് ചെയ്യണം. അപ്പൊ ഈ ഷോർട്ട് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പൈസ കിട്ടും എന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്. മിനിമം 1 കോടി വരെ വ്യൂസ് പോയ ഒരു ഷോർട്ട് വീഡിയോക്ക് കിട്ടിയേക്കണ ഏണിങ് എത്രയെന്നും, അതുപോലെ തന്നെ ലോങ് വീഡിയോസിന് കിട്ടിയേക്കണ ഏണിങ് എത്രയെന്നൊക്കെ ഞാൻ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് കാണിച്ചു തരാൻ പോകുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ചെയ്യണ പോലത്തെ ഷോർട്ട് വീഡിയോസ് ഒരുപാട് പേര് ഇന്ന് ചെയ്യുന്നുണ്ട്. ശരിക്കും ആ ഒരു ഷോർട്ട് വീഡിയോന്റെ 10 ഇരട്ടി വ്യത്യാസമാണ് ലോങ് വീഡിയോ ചെയ്യുമ്പോൾ കിട്ടുന്ന ഏണിങ്. അതൊന്ന് കറക്റ്റായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മാസം യൂട്യൂബിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പൈസ വരെ നമുക്ക് സമ്പാദിക്കാൻ പറ്റുമെന്ന് കറക്റ്റായിട്ട് ഞാനിന്ന് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. പുതിയ ചാനലൊക്കെ തുടങ്ങാനിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നേരം അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊരു പേജും ഫേസ്ബുക്കിലൊരു പേജും നിർബന്ധമായും ചെയ്യണം. നമ്മൾ ചെയ്യണ വീഡിയോസ് ചിലപ്പോൾ യൂട്യൂബിൽ ഒരു പക്ഷേ ക്ലിക്കായില്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ക്ലിക്കായേക്കാം. ഇപ്പോൾ യൂട്യൂബിൽ നമുക്ക് ഏണിങ് കിട്ടണ സെയിം വീഡിയോ തന്നെ ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് ഏണിങ്സ് കിട്ടും. യൂട്യൂബിനെക്കാട്ടി ഏണിങ്സ് കൂടുതലാണ് ശരിക്കും ഫേസ്ബുക്കിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബിലും വീഡിയോ ക്ലിക്കായി ഫേസ്ബുക്കിലും വീഡിയോ ക്ലിക്കായി കഴിഞ്ഞാൽ 2 ഏണിങ്സ് നമുക്ക് കിട്ടും. അതേസമയം ഈ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഏണിങ്സ് ഒന്നും കിട്ടുന്നില്ല. പക്ഷേ നമുക്ക് പ്രൊമോഷനും കാര്യങ്ങളും കൂടുതലും തന്നെ ഇൻസ്റ്റാഗ്രാമിനെ ബേസ് ചെയ്താണ്. യൂട്യൂബിൽ എത്ര സബ് ഉണ്ടെന്ന് നോക്കിയിട്ട് കാര്യമില്ല, ഫേസ്ബുക്കിൽ എത്ര സബ് ഉണ്ടെന്ന് നോക്കിയിട്ട് കാര്യമില്ല. ഏറ്റവും കൂടുതലും പ്രൊമോഷൻസ് വരുന്നത് ഇൻസ്റ്റാഗ്രാമിനെ ബേസ് ചെയ്തായിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വീഡിയോ വൈറലാവാൻ സാധ്യതയുള്ള സ്ഥലം ഇൻസ്റ്റാഗ്രാമാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ബട്ടൺ ഉണ്ട്, അതുപോലെ തന്നെ റീപോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മളിടുന്ന ഒരു വീഡിയോക്കുള്ള ഓഡിയൻസ് നമുക്ക് നിലവിലില്ലെങ്കിൽ ആ വീഡിയോനെ റീപോസ്റ്റ് ചെയ്തും ഷെയർ ചെയ്തും നമുക്ക് ഒരു ഓഡിയൻസിനെ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഏറ്റവും പെട്ടെന്ന് വീഡിയോസ് വൈറലാവാൻ സാധ്യതയുള്ള സ്ഥലം ഇൻസ്റ്റാഗ്രാമാണ്. അപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും ഒരുമിച്ച് ചെയ്ത് കൊണ്ടുപോവുക. ഇപ്പോൾ യൂട്യൂബ് മാത്രം തുടങ്ങി നിങ്ങളൊരു വീഡിയോ ഇട്ടിട്ട് അവിടെ നിന്ന് ആ വീഡിയോ വേണ്ട വ്യൂസ് നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ നിരാശപ്പെട്ടേക്കാം. പക്ഷേ ഈ 3 പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് ചെയ്യാൻ നേരം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ക്ലിക്കാവും. അതിൽ ഏറ്റവും ചാൻസ് ഉള്ളത് ഇൻസ്റ്റാഗ്രാമിലാണ്. ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടാൻ സാധ്യതയുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ്. കാരണം നമ്മൾ പ്രൊമോഷൻ വീഡിയോസ് നമുക്ക് കിട്ടലിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഏണിങ്സ് നമുക്ക് കിട്ടുന്നത്. യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടുന്നതിനെക്കാട്ടി 10 ഇരട്ടി വരുമാനം പ്രൊമോഷൻസിലൂടെ നമുക്ക് കിട്ടിയേക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബറും ഫോളോവേഴ്സൊക്കെ വേണ്ടത് ശരിക്കും നമുക്ക് ഇൻസ്റ്റാഗ്രാമിലാണ്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും മെയിനായിട്ട് ശ്രദ്ധിക്കുക. 1000 വ്യൂസ് വന്ന ഒരു യൂട്യൂബ് ഷോർട്ട് വീഡിയോക്ക് എത്ര പൈസ കിട്ടുമെന്നാണ് എല്ലാവരുടെയും ഡൗട്ട്. ഈ 1000 വ്യൂസ് എന്ന് പറഞ്ഞാൽ വലിയ പൈസയൊന്നും കിട്ടൂല. തികച്ചു പറഞ്ഞാൽ ഒരു രൂപ പോലും തികച്ചു കിട്ടില്ല. ഷോർട്ട് വീഡിയോ മില്യൺ വ്യൂസിലേക്ക് എത്തിയാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു തുക യൂട്യൂബ് ഷോർട്ട് വീഡിയോ ഒന്ന് കിട്ടുള്ളൂ.
അതേസമയം ലോങ് വീഡിയോ ആണെങ്കിൽ നല്ലൊരു എമൗണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ 1 കോടി വ്യൂസ് കയറിയ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ എനിക്ക് എത്ര കിട്ടിയിട്ടുണ്ടെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതെൻ്റെ 11 മില്യൺ വ്യൂസ് കിട്ടിയ ഒരു ഷോർട്ട് വീഡിയോ ആണ്. ഇതിന് കിട്ടിയേക്കണ ഏണിങ്സ് ആണ് ഞാൻ കാണിക്കാൻ പോണത്. കണ്ടോ, $94 ഇതിന് എനിക്ക് കിട്ടിയേക്കണത്. 7700 സബ്സ്ക്രൈബേഴ്സ്, 11.3 മില്യൺ വ്യൂസാണ് ഇപ്പോൾ വരെ കിട്ടിയേക്കണത്. നിലവിൽ ഈ വീഡിയോ 4267 പേര് 48 മണിക്കൂറിൽ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കണമെന്നാണ് പറയണത്. ഏകദേശം മെയ് 15-ന് ഇട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് കിട്ടിയേക്കണ $94. $94 എന്ന് പറയാൻ നേരം 8264 രൂപ സംതിങ് വരും. അപ്പോൾ ഒരു ഷോർട്ട് വീഡിയോൻ്റെ റേറ്റ് ആണ്. അപ്പോൾ ഈ 11.3 മില്യൺ കയറിയപ്പോഴാണ് നമുക്കൊരു 8200 രൂപ കിട്ടിയത്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു 30 വീഡിയോസ് ഒരു മാസം ചെയ്യാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2,40,000 രൂപ സംതിങ് നമുക്ക് ഷോർട്ട് വീഡിയോ എന്ന് തന്നെ. പലതിനും പല വ്യൂസ് വരാം. അത് വീഡിയോയ്ക്ക് വ്യൂസ് വരുത്തുക എന്നുള്ളത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ്. ചിലപ്പോൾ 1 ലക്ഷം വ്യൂസ് വരാം, ചിലപ്പോൾ 10 ലക്ഷം വരാം, 50 ലക്ഷം വരാം, 1 കോടി വരാം. അപ്പോൾ ഇതേപോലെ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം, ഷോർട്ട് വീഡിയോ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം സമ്പാദിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് മനസ്സിലാവും. അപ്പോൾ യൂട്യൂബ് ഷോർട്ട് വീഡിയോ മാത്രം, ഷോർട്സ് മാത്രം അപ്ലോഡ് ചെയ്താൽ എത്ര പൈസ നമുക്ക് ഒരു മാസം ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ. പിന്നെ ഈ വീഡിയോസൊക്കെ കിടന്നിങ്ങനെ വ്യൂസ് വരും, അതിനനുസരിച്ച് പിന്നെയും നമുക്ക് വ്യൂസ് കിട്ടും. ഒരു മാസം ഈ വീഡിയോക്ക് എത്ര വ്യൂസ് വന്നതനുസരിച്ചാണ് നമുക്ക് പൈസ കിട്ടുന്നത്. ആ വീഡിയോ അടുത്ത മാസം വ്യൂസ് വരും, അപ്പോഴും നമുക്ക് പൈസ കിട്ടും. അതേപോലെ നമ്മൾ ചാനൽ തുടങ്ങിയ ആദ്യ കാലം മുതൽ എത്ര വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഓരോ വീഡിയോക്കും ഓരോ വ്യൂസ്, ഓരോ മാസത്തിൻ്റെ വ്യൂസ് അനുസരിച്ച് നമുക്ക് പൈസ കിട്ടും. അപ്പോൾ ഇതേപോലെ ഷോർട്ട് വീഡിയോയിൽ വ്യൂസ് കൊണ്ടുവരിക എന്ന് പറയുന്നത് ചില്ലറ പരിപാടിയല്ല. അതിൽ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ വ്യൂസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. വെറുതെ ഒരു വീഡിയോ എടുത്ത് വെറുതെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്ത് യൂട്യൂബിലിട്ടാൽ വ്യൂസ് വരില്ല. നല്ല കണ്ടന്റ് ഉണ്ടാവണം, ആൾക്കാരെ അവസാനം മുതൽ വരെ പിടിച്ചിരുത്താൻ പറ്റണം, വീഡിയോയിൽ ലൈക്ക് ചെയ്യാനും ആൾക്കാരെ കൊണ്ട് കമൻറ്റ് ചെയ്യിപ്പിക്കാനൊക്കെ പറ്റണം. അങ്ങനെ ആൾക്കാരെ എൻഗേജ് ചെയ്യണതിലൂടെ മാത്രം വീഡിയോ ഇത്രയും വ്യൂസ് വരുള്ളൂ. അപ്പം നല്ല നല്ല കണ്ടൻറ്റുകൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ ചെയ്താലും അത്യാവശ്യം നല്ലൊരു ഏണിങ്സ് കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ 10 ഇരട്ടി പൈസയാണ് നമുക്ക് ലോങ് വീഡിയോ എന്ന് കിട്ടുന്നത്. അത് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ലോങ് വീഡിയോയിൽ എത്ര പൈസ നമുക്ക് കിട്ടുമെന്ന്. ഇതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ ഒരു വ്യൂസ് ലോങ് വീഡിയോക്ക് വന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടും. അപ്പോൾ 2,39,000 കയറിയ ലോങ് വീഡിയോൻ്റെ ഏണിങ്സ് ആണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത്. 11.5K വാച്ച് അവർ കിട്ടി, 2,39,000 പേര് കണ്ടപ്പോൾ 1100 സബ് കയറി, $67 കയറി. അപ്പോൾ ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോയും തമ്മിലുള്ള വ്യത്യാസം കണ്ട. ഈ ഒരു വീഡിയോ ഏകദേശം ഒരു 20 ലക്ഷം പേരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു $600 അടുത്ത് വരെ നമുക്ക് കിട്ടാം. ഏകദേശം 50,000 രൂപയ്ക്ക് മേലെ നമുക്ക് കിട്ടാം. അങ്ങനെ ഒരു 30 വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു മാസം റീച്ച് ആയി കഴിഞ്ഞാലുള്ള എമൗണ്ട് അതിൻ്റെ മേലെ പോകാം. 3 മില്യൺ, 4 മില്യൺ, 5 മില്യൺ. നമ്മുടെ ഷോർട്സ് നേരത്തെ 1 കോടി വ്യൂസ് കയറിയ പോലെ, 10 മില്യൺ വ്യൂസ് കയറിയ പോലെ, അതേപോലെ തന്നെ ലോങ് വീഡിയോയും കയറാം. അപ്പം നല്ല കണ്ടൻറ്റ് ആണെങ്കിൽ നമ്മുടെ ലോങ് വീഡിയോസിന് നമുക്ക് നല്ല ഏണിങ്സ്. അപ്പോൾ ഈ ലോങ് വീഡിയോ ചെയ്യണതുകൊണ്ട് യൂട്യൂബിൽ നിന്ന് എത്രത്തോളം പൈസ ഉണ്ടാക്കാമെന്നുള്ള മനസ്സിലായില്ലേ. ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ 2,38,000 2 ലക്ഷം വ്യൂസുള്ള ഒരു 10-30 വീഡിയോ കയറിയാൽ തന്നെ എത്ര പൈസയെന്ന് നമുക്ക് ചിന്തിക്കാമല്ലോ. അപ്പോൾ ലോങ് വീഡിയോ ഒന്നും ഷോർട്ട് വീഡിയോ ഒന്നും എത്രത്തോളം യൂട്യൂബിൽ നിന്ന് ഒരു മാസം സമ്പാദിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതാണ് യൂട്യൂബിലെ ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോയും തമ്മിലുള്ള വ്യത്യാസം. ഏറ്റവും കൂടുതലും ലോങ് വീഡിയോസ് എന്നാണ് നമുക്ക് ഏണിങ്സ് കിട്ടണം. അപ്പോൾ അതിനനുസരിച്ചുള്ള പാടുണ്ട്. വെറുതെ ഒന്ന് യൂട്യൂബിലൊരു വീഡിയോ ഇട്ടാൽ പൈസ കിട്ടില്ല. നല്ല കണ്ടൻ്റ് ആയിരിക്കണം, ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം. എങ്കിൽ മാത്രമേ ഈ 1 ലക്ഷം വ്യൂസും 2 ലക്ഷം വ്യൂസും അതും കഴിഞ്ഞ് 10 ലക്ഷം വ്യൂസും മില്യൺ വ്യൂസൊക്കെ വന്നെങ്കിൽ നല്ല കണ്ടൻ്റ് ആയിരിക്കണം. അതിൽ ആൾക്കാരെ കമൻറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റണം, ലൈക്ക് ചെയ്യിപ്പിക്കാൻ പറ്റണം, മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ തോന്നിപ്പിക്കണം. ഇതെല്ലാം വരുമ്പോഴാണ് നമുക്ക് നല്ലൊരു ഏണിങ്സ് കിട്ടുന്നത്. വെറുതെ ഒന്നും യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടില്ല. അപ്പോൾ ഈ യൂട്യൂബ് മാത്രമല്ല, ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഈ ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ ഇടുന്നത് തന്നെ ഇൻസ്റ്റഗ്രാമിലൂടാം, ഫേസ്ബുക്കിലൂടാം. ഫേസ്ബുക്കിൽ നിന്നും ഏണിങ്സ് കിട്ടും. ലോങ് വീഡിയോസും അതുപോലെ തന്നെ ഇന്ന് ഫേസ്ബുക്കിൽ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടുന്ന് നമുക്ക് ഏണിങ്സ് കിട്ടും. അപ്പോൾ ഫേസ്ബുക്കിൻ്റെ കാര്യങ്ങൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. കാരണം ഇതിപ്പോൾ വീഡിയോ ഒരുപാട് നീണ്ടുപോയി. ഫേസ്ബുക്കിൻ്റെ ഏണിങ്സ് ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ്. യൂട്യൂബിൽ നിന്ന് നമുക്കുള്ള വരുമാനം പോലെ തന്നെ ആ വീഡിയോസ് ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും അതേപോലെ തന്നെ വരുമാനം കിട്ടും. ഇതുപോലെയൊക്കെ തന്നെയാണ് ഫേസ്ബുക്കിലും. അപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി എന്ന് തോന്നുന്നത് എല്ലാവർക്കും, യൂട്യൂബ് വരുമാനം എത്രത്തോളം എങ്ങനെയെന്നുള്ളത്. ഇനി മറ്റെന്തെങ്കിലും കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇനി അർജൻറ്റായിട്ട് അറിയേണ്ട ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് DM ചെയ്യാം. ഈ യൂട്യൂബിൻ്റെ, ഇൻസ്റ്റാഗ്രാമിൻ്റെ, ഫേസ്ബുക്കിൻ്റെയും കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമിലും എനിക്ക് മില്യൺ വ്യൂസ് കിട്ടുന്ന വീഡിയോസ്, എൻ്റെ വീഡിയോസ് നോക്കിയാൽ മനസ്സിലാവും. യൂട്യൂബാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. യൂട്യൂബിൽ എനിക്കിപ്പോൾ 1.34 സബ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഞാൻ പതിയെ കുറേ കാലത്തിന് ശേഷം തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ
ഫോളോവേഴ്സ് എനിക്ക് അതിൽ കുറവാണ്. പക്ഷേ എൻ്റെ വീഡിയോസിന് എല്ലായിടത്തും എനിക്ക് വ്യൂസ് ഉണ്ട്. എങ്ങനെ നല്ലൊരു വ്യൂസ് വീഡിയോസിൽ കൊണ്ടുവരാം, എങ്ങനെ വീഡിയോ എൻഗേജ് ആകാം എന്നുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ വീഡിയോസ് നിങ്ങൾ കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്കിലാണേലും ഇൻസ്റ്റാഗ്രാമിലാണേലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ യൂട്യൂബും ഫേസ്ബുക്കൊക്കെ തുടങ്ങാതിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. എത്രത്തോളം ഏണിങ്സ് കിട്ടുമെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഈ ഒരു വീഡിയോ അവരെ സഹായിച്ചേക്കാം.